ഹലോ, എല്ലാവർക്കും നമ്മുടെ 90 ഡേയ്സ് ഹെയർ കെയർ ചാലഞ്ചിൻ്റെ 53ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഡേ നമ്മൾ ഈ ഒരു വീക്കിൻ്റെ അവസാനത്തെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഞാനൊന്ന് ഇൻവേർഷൻ മെത്തേഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചലഞ്ച് എടുക്കുന്ന എല്ലാ ആൾക്കാരും നിങ്ങൾക്ക് പറ്റുന്ന ഒരു സമയം, അതായത് ഏതെങ്കിലും ഒരു നേരം നിങ്ങൾക്ക് ടൈമുള്ള ഒരു നേരത്ത് ഈ ഒരു ഇൻവേർഷൻ മെത്തേഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ആ ഒരു സ്കാൽപ്പിലേക്ക് നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടും അതുവഴി നമ്മുടെ ആ ഒരു മുടി വേരുകൾക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു മുടി വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളും കാര്യങ്ങളും ഒക്കെ എത്തുകയും അതുവഴി നമ്മുടെ പുതിയ മുടികൾ ഉണ്ടാകാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടിയിൽ ഉണ്ടാകുന്ന ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാകാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നിങ്ങൾ ഏതെങ്കിലും ഒരു നേരം നിങ്ങൾക്ക് പറ്റണ ഒരു നേരത്തെ ഈ ഒരു ഇൻവേർഷൻ മെത്തേഡ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിന് മുൻപത്തെ വീഡിയോസിൽ, അതായത് ഇതിന് മുൻപത്തെ ആഴ്ചകളിലൊക്കെ നമ്മൾ ഈ ഒരു മെയിനായിട്ട് ഈ ഒരു ഹെയർ പാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു വീഡിയോസിലൊക്കെ ഇതെങ്ങനെയാണ് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കിയെടുക്കുന്നതെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടിട്ടാണ് ഈ ഒരു വീഡിയോയിൽ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും കാണിക്കാത്തത്. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ കയറി കണ്ടു നോക്കൂ. പിന്നെ ഈ ഒരു ചലഞ്ച് എടുക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഓൾറെഡി അറിയാമായിരിക്കും എങ്ങനെയാണ് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാര്യങ്ങളൊക്കെ. ഇതിനകത്ത് മൈലാഞ്ചിപ്പൊടി, അതുപോലെ തന്നെ കറിവേപ്പില, പിന്നെ നമ്മുടെ ആര്യവേപ്പില, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവയെല്ലാം കൂടി ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. ഇത് നമ്മൾ വീക്കിലി വൺസോ അല്ലെങ്കിൽ നമ്മൾ ഒരു മന്ത്ലി ടോയ്സ് എങ്കിലും ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മുടെ തലയിൽ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് പോകും. അതുപോലെ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ അകറ്റും, പുതിയ മുടികൾ ധാരാളം വരാൻ സഹായിക്കും. അങ്ങനെ മുടിയിലുണ്ടാകുന്ന കംപ്ലീറ്റ് പ്രശ്നങ്ങളും മാറ്റിയെടുക്കാൻ സഹായിക്കും. കൂടാതെ നമ്മുടെ മുടിക്ക് നാച്ചുറലി ഒരു കളർ കൊടുക്കാനും കൂടി ഈ ഒരു ഹെയർ പാക്ക് സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുടിക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് ഇതെന്ന് പറയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ചലഞ്ചിൽ ഇത് മന്ത്ലി ടോയ്സ് ആണ് യൂസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്രത്തോളം നമ്മുടെ മുടിക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചലഞ്ചിൽ എല്ലാ കാര്യങ്ങളും, എല്ലാ ഹെയർ പാക്കുകളും നമ്മുടെ സ്കാൽപ്പിനെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യുന്നതാണ്. കൂടാതെ ഡാൻഡ്രഫിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുന്നതാണ് കേട്ടോ. ഈ ഒരു ചലഞ്ചിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഹെയർ പാക്കുകളും ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുവഴി നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് ക്ലിയർ ആവുകയും പിന്നീട് നമ്മുടെ ആ ഒരു മുടി കൊഴിച്ചിലോ കാര്യങ്ങളോ ഒക്കെ വരാണ്ടിരിക്കാനും പുതിയ മുടികൾ ആ ഒരു പോയ സ്ഥലത്തേക്ക് പുതിയ മുടികൾ വരാൻ വേണ്ടിയിട്ടും മുടി നന്നായിട്ട് ഒന്ന് തിക്കായിട്ട് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഹെയർ പാക്കുകളും അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ മുടിയിൽ ഓരോരോ സെക്ഷൻസ് ആയിട്ട് എടുത്തിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് എങ്ങനെയാണോ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ആ ഒരു രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ഞാൻ മുടിയുടെ ലെങ്തിലേക്കും കൂടി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ എടുത്ത കാരണം നമ്മുടെ മുടിയുടെ ലെങ്തിലേക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കാൽപ്പിലേക്ക് മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം, പാകത്തിനുള്ളത് എടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് മുടിയുടെ ലെങ്തിലേക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ഇത് വാഷ് ഔട്ട് ചെയ്ത് കളയുമ്പോഴത്തേക്കും നമ്മുടെ മുടിക്ക് അത്യാവശ്യം ഒരു തിക്നെസ് തോന്നിക്കുന്ന ആ ഒരു ഇതിലേക്ക് എത്തും. കൂടാതെ നമ്മുടെ മുടി ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഓയിലി ഹെയർ ഉള്ള ആൾക്കാരുടെ ആണെങ്കിൽ അങ്ങനെ ഉണ്ടാകില്ല. അത്യാവശ്യം ഡ്രൈ ഹെയറൊക്കെ ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ കുറച്ചൊന്ന് ഡ്രൈ ആക്കുന്നതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ ശേഷം നൈറ്റ് നിങ്ങൾ മുടിയൊക്കെ ഉണങ്ങിയ ശേഷം നൈറ്റിൽ നിങ്ങൾ ഓയിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഓയിലിട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് മുടിയുടെ ലെങ്തിലേക്കും കൂടി ആ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ, മുടി ജടയൊന്നും കെട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നൈറ്റ് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ പിറ്റേ ദിവസം ചെയ്താൽ മതിയാകും. അപ്പം മുടി കുറച്ചൊന്ന് ജട വരുവാണെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് ഓയിലിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിക്കോളൂ, ആ ഒരു ജടയും കാര്യങ്ങളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് നമ്മളൊരു 30 മിനിറ്റ്സ് ടു 1 അവർ വരെ വെച്ചേക്കാം. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒരു 2 മണിക്കൂർ വരെയൊക്കെ വെച്ചേക്കുന്നത് നല്ലതാണ് കേട്ടോ. അത്യാവശ്യം ഇത് തണുപ്പുള്ള ഒരു ഹെയർ പാക്കാണ്. അപ്പോൾ തണുപ്പ് പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ടൈം പറ്റുമോ ആ ഒരു സമയത്തിനനുസരിച്ച് വെക്കാം. ഇനി തണുപ്പോ കാര്യങ്ങളൊക്കെ പ്രശ്നമില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും വെച്ചിരിക്കാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയാം. അപ്പോൾ വാഷ് ഔട്ട് ചെയ്ത് കളയുന്നതെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ വെള്ളത്തിലാണ് വാഷ് ഔട്ട് ചെയ്ത് കളയുന്നത്. ഷാമ്പോ കാര്യങ്ങളോ ഒന്നും ഇതിനോടൊപ്പം യൂസ് ചെയ്യല്. വെറുതെ വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതിയാകും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മുടിയുടെ ലെങ്തിലേക്കും കൂടി ഇനി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുടിയുടെ ലെങ്ത്തിലേക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മുടി നമുക്ക് മേലെ കെട്ടി വെക്കാം കേട്ടോ. അതിന് ശേഷം ഒരു കവർ ചെയ്ത് കൊടുക്കാം. അതായത് ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും ഒരു നമ്മുടെ മുടി ജസ്റ്റായിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് ഇരിക്കണ പോലത്തെ എന്തെങ്കിലും ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് നമ്മുടെ തല മൊത്തത്തിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ വെച്ച ശേഷം ഒരു 30 മിനിറ്റ്സ് ടു 1 അവർ വരെ വെച്ചേക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 മണിക്കൂർ വേണമെങ്കിലും വെച്ചേക്കാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇത് വാഷ് ഔട്ട് ചെയ്ത് കളയുന്ന സമയത്ത് ഇത് അത്യാവശ്യം നല്ല നമ്മൾ ഇതുവരെ യൂസ് ചെയ്യുന്നതൊക്കെ ഒരു ഓയിലി ടെക്സ്ചർ, അതായത് ഒരു വെള്ളം പോലത്തെയൊക്കെ ആയിരിക്കും. അപ്പം ഇതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം കട്ടിയുള്ള ഒരു പാക്കല്ലേ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പാക്ക് കഴുകി കളയാനായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ കഴുകി കളയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വെള്ളം ഒഴിച്ച് പെട്ടെന്ന് ഇങ്ങനെ കഴുകിയെടുക്കുമ്പോൾ ഇതിക്ക് നമ്മുടെ മുടിക്ക് പൊട്ടാനും അതുപോലെ തന്നെ സാധാരണയേക്കാൾ കുറച്ചും കൂടി മുടിക്ക് കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയുന്ന സമയത്ത് ആദ്യം ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ച് തലയൊന്ന് കുതിർക്കുക. ആ ഒരു മുടിയിൽ ഒട്ടിപ്പിടിച്ച ഈ ഒരു ഹെയർ പാക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുതിർക്കുക. എന്നിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ച് പതിയെ കൈവിരലുകളൊക്കെ ആ ഒരു തലയോട്ടിയിൽ മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഈ ഒരു ഹെയർ പാക്ക് കഴുകി കളയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് ഇട്ടതിൻ്റെ വിപരീത ഫലമായിരിക്കും കിട്ടുക. അതായത് മുടി പെട്ടെന്ന് വാഷ് ഔട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മുടി പൊട്ടാനും അതുപോലെ തന്നെ കുറച്ചധികം മുടികൾ കൊഴിയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു ഹെയർ പാക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. സാവധാനം പതിയെ ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ മുടിയിൽ നിന്ന് ഇളക്കി കളയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം എനിക്ക് പറ്റണ അല്ലെങ്കിൽ എനിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാകത്തിനുള്ള ഒരു രീതിയിലാണ് ഞാനിതിപ്പം എനിക്കിഷ്ടപ്പെട്ട ഒരു രീതിയിൽ, അല്ലെങ്കിൽ എനിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരു രീതിക്കാണ് ഞാനിപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ പാക്ക് വേണമെങ്കിൽ ഓരോരോ കുഞ്ഞു സെക്ഷൻസായിട്ട് മുകളിലേക്ക് മുടി എടുത്തിട്ട് ഓരോ ഇതായിട്ട് സെക്ഷൻസായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് നടുക്ക് ഇങ്ങനെ ചുറ്റി കെട്ടി വെച്ച് കൊടുത്തിട്ട് ഫുൾ ആ ഒരു റൗണ്ടിൽ കൊണ്ടുവന്ന് വെക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഇഷ്ടമുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ അപ്ലൈ ചെയ്ത് എളുപ്പമുള്ളത്, ഈസി ആയിട്ടുള്ളത്, ആ ഒരു രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മുടി മേലെ കെട്ടി വയ്ക്കുക കേട്ടോ. അതിന് ശേഷം ഒരു കവറിങ് കൊടുക്കുക. എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവറോ ഹെയർ ക്യാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് സമയം നിങ്ങൾക്ക് എത്ര സമയം പറ്റുമോ അതിനനുസരിച്ചിട്ട് വേണം ഈ ഒരു ഹെയർ പാക്ക് സ്കാൽപ്പിൽ മുടിയിൽ വെച്ചിരിക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല തണുപ്പുള്ള ഒരു ഹെയർ പാക്കാണ് കേട്ടോ. അപ്പോൾ എത്ര സമയം വെച്ചിരിക്കണോ അത് നമ്മുടെ മുടിക്ക് അത്രത്തോളം നല്ലതാണ് കേട്ടോ. മിനിമം ഒരു 30 മിനിറ്റെങ്കിലും വെച്ചിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഞാനിപ്പോൾ ഫുള്ളായിട്ട് സ്കാൽപ്പിലേക്കും അതായത് മുടിയുടെ ലെങ്തിലേക്കും കൂടി നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഫുള്ളൊന്ന് കെട്ടി വെച്ചു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ഹെയർ പാക്കിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.